കേരളത്തെ ഞെട്ടിച്ച വളപട്ടണം മോഷണക്കേസിൽ കൃത്യം നടന്ന് 12ാം ദിവസമാണ് പ്രതിയെ പിടികൂടിയത്. ഇക്കഴിഞ്ഞ 20ാം തീയതിയാണ് മോഷണം നടക്കുന്നത്. പക്ഷേ മോഷണ വിവരം പുറത്തറിഞ്ഞത് 4 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ തെളിവുകൾ കണ്ടെത്തുന്നതിന് പോലീസ് അല്പം വെല്ലുവിളി ഉയർത്തി. മോഷണം നടന്ന വീടിന്റെ തൊട്ടടുത്തു തന്നെയാണ് ലിജീസ് താമസിക്കുന്നത്. ലിജീസ് അടക്കം 215 പേരെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്തു. കോഴിക്കോട് മുതൽ ബാംഗ്ലൂരിലെ CCTV ദൃശ്യങ്ങൾ, സാമാന്യമായ രീതിയിൽ ഭവനഭേദനം നടന്ന പഴയ 63 കേസുകൾ എന്നിവയെല്ലാം അന്വേഷണ സംഘം പരിശോധിച്ചു. ഒടുവിലാണ് റൂമിൽ നിന്ന് പ്രതി പുറത്തേക്കുറങ്ങുന്ന ദൃശ്യങ്ങൾ ലഭ്യമായത്. പിന്നീട് ഇത് കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ അന്വേഷണം. 2 തവണയാണ് ലിജീസ് അയൽപക്കത്തെ അരി വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് മോഷണത്തിന് കയറിയത്. രണ്ടും ഒരേ സമയങ്ങളിൽ വീടിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളായിരുന്നു എന്ന് പോലീസ് പറയുന്നു. വീട്ടിൽ അയാൾ ഉടനെയൊന്നും വരില്ലെന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണ് ലിജീഷ്. മോഷണത്തിന് പിന്നിലെന്ന് ഇതോടെ പോലീസിന് മനസ്സിലായി. അങ്ങനെയാണ് ലിജീസിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നാട്ടുകാരും വീട്ടുകാരും പോലീസും. CCTVയിൽ ലിജീഷിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു. ഇയാളുടെ ശരീരഭാഷ മനസ്സിലാക്കുന്നതിനായി നാട്ടിലെ പലർക്കും ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കൈമാറി. അങ്ങനെയാണ് ഈ രൂപത്തിന് ലിജീഷുമായി സാദൃശ്യമുണ്ടെന്ന് ചിലർ വിവരം നൽകുന്നത്. മറ്റൊരു സുപ്രധാന തെളിവ്, കൃത്യം നടത്തിയ സമയത്ത് ലിജീസ് ധരിച്ച ടീഷർട്ട് ആയിരുന്നു ഇതേ ടീഷർട്ട്. നേരത്തെ കണ്ടിട്ടുള്ളവർ അത് സംബന്ധിച്ചും വിവരം കൈമാറി. കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായതോടെ വീട്ടിലെത്തി ലിജീസിനെ പോലീസ് തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിലൊന്നും പ്രതി പോലീസിനോട് സഹകരിച്ചില്ല. ഒടുവിൽ വീടിന്റെ പറമ്പിനോട് ചേർന്ന് ഇയാൾ കത്തിച്ച ടീഷർട്ടിന്റെയും ഗ്ലൗസിന്റെയും ഭാഗങ്ങൾ കൊണ്ടുവന്നു കാണിച്ചു. ഫിംഗർപ്രിന്റും ഒത്തുവന്നതോടെ കള്ളൻ കുടുങ്ങിയായിരുന്നു. മോഷണം നടത്തിയ സ്വർണവും പണവും കിടപ്പുമുറിയിൽ പ്രത്യേകം പണി കഴിപ്പിച്ച അറയിലാണ് ലിജീസ് ഒളിപ്പിച്ചത്. ഗൾഫിലായിരുന്ന ലിജീസ് നാട്ടിലെത്തി വെൽഡിംഗ് വർക്കുകൾ ചെയ്തുവരികയായിരുന്നു. പിന്നീടാണ് മോഷണത്തിലേക്ക് ഇയാൾ തിരിച്ചതെന്ന് പോലീസ് അറിയിച്ചു.